മലപ്പുറം ജില്ലയിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണ് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത്. കുന്നിൻ പ്രദേശങ്ങളും വയലുകളും നിറഞ്ഞ ഭൂപ്രകൃതി. വിവിധ കാർഷിക വിളകൾക്ക് വളക്കൂറുള്ള മണ്ണായതിനാൽ കാവന്നൂരിലെ ജനത കാർഷിക മേഖലയെ ചേർത്തുപിടിച്ചു. 31.3 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന പഞ്ചായത്തിന്റെ മുഖ്യ കാർഷിക വിള നാളികേരമാണ്. ഭൂമിശാസ്ത്രപരമായി ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ പ്രദേശത്ത് കമുക്, നെല്ല്, വാഴ, പച്ചക്കറികൾ തുടങ്ങിയവയും കൃഷി ചെയ്തു വരുന്നു. ആരോഗ്യ, കാർഷിക, വ്യവസായ, വിദ്യാഭ്യാസ, പാശ്ചാത്തല, സാംസ്കാരിക, വനിതാ ശാക്തീകരണ, കുടിവെള്ള, പാർപ്പിട, യുവജനകാര്യ രംഗങ്ങളിലെല്ലാം ഈ നാടിനെ പുരോഗതിയുടെ പടവുകൾ താണ്ടാൻ മുൻകാലങ്ങളിലെ UDF ഭരണസമിതികൾ നേതൃത്വം നൽകി. വ്യക്തമായ കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണവുമുള്ള ഭരണ നേതൃത്വമില്ലാത്തതിനാൽ നിലവിലെ ഭരണസമിതിക്ക് ഈ നാടിനെ പിറകോട്ട് നയിക്കാൻ മാത്രമാണ് സാധിച്ചത്. നേട്ടങ്ങളുടെ കഥ പറയാനില്ലാതെയും കോട്ടങ്ങളുടെ ചരിത്രം രചിച്ചുമാണ് നിലവിലെ LDF ഭരണസമിതി പടിയിറങ്ങുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിലൊന്നാണ് ആരോഗ്യരംഗം. ആരോഗ്യരംഗത്ത് നിലവിലെ കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണെന്ന് പറയാതിരിക്കാനാവില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാവന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം. കിടത്തി ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യപ്രദമായ കെട്ടിടം മുൻ MLA PK അബ്ദുറബിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ട് വർഷങ്ങളായി. ഇവിടെ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷമായി ഉറക്കത്തിലായിരുന്നു. കിടത്തി ചികിത്സ എന്ന ഈ സൗകര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വളരെ അത്യാവശ്യമായിട്ടുണ്ടാകേണ്ടതാണ്. അതിന് കെട്ടിടമുണ്ടെങ്കിലും ബാക്കി സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ഗവൺമെൻറ് അത് അനുവദിക്കേണ്ടതാണ്. 500-600 ആളുകൾ ഇവിടെ OPയിൽ വരലുണ്ടായിരുന്നു. എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോരായ്മ നമുക്ക് നികത്തേണ്ടതുണ്ട്. കാവന്നൂർ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികളുടെ ഏക ആശ്രയമാണ് കാവന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം. ദിനേന 500ഓളം പേരാണ് ഇവിടെ ചികിത്സയ്ക്കെത്തുന്നത്. രോഗികൾക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങളും മരുന്നും ഉറപ്പാക്കുന്നതിന് നിലവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യാതൊരു താൽപ്പര്യവും കാണിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കിടത്തി ചികിത്സയുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വേറെ ആശുപത്രി തേടേണ്ടുള്ള അവസരമാണ്. എന്നെ പോലത്തെ ചികിത്സക്കാർക്ക് ഇവിടെ വന്ന് മരുന്ന് വാങ്ങി പോകാമെന്നല്ലാതെ കിടത്തി ചികിത്സക്കുള്ള സൗകര്യമില്ല. അതും കൂടി ഒരുക്കി കിട്ടുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. കാവന്നൂരിൽ ഹോമിയോ, ആയുർവേദ ആശുപത്രികൾ കൊണ്ടുവരാൻ സാധിച്ചത് മുൻകാലങ്ങളിലെ UDF ഭരണസമിതികളുടെ പ്രധാന നേട്ടങ്ങളിൽ എണ്ണാവുന്നതാണ്. റവന്യൂ വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന ഇളയൂരിലെ ഭൂമി ആയുർവേദ ആശുപത്രിക്കായി നേടിയെടുക്കാൻ ശ്രീ PK ബഷീർ MLA മുഖേന ഗ്രാമപഞ്ചായത്ത് നടത്തിയ ശ്രമങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടുന്ന ഒന്നാണ്. കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്നതിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പരിരക്ഷ ആദ്യം നടപ്പാക്കിയത് UDF ഭരണസമിതിയുടെ കാലത്തായിരുന്നു. സാന്ത്വന പരിചരണ രംഗത്ത് UDF ഭരണസമിതി കാണിച്ച പ്രത്യേക ശ്രദ്ധ തുടരാൻ നിലവിലെ ഭരണസമിതിക്ക് സാധിച്ചില്ല. ഏറെയും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന കാവന്നൂരിന് കേരഗ്രാമം പദ്ധതിയിലൂടെ മുഴുവൻ കർഷകർക്കും വിത്ത്, വളം, മറ്റു കൃഷി ആനുകൂല്യങ്ങൾ എന്നിവ നൽകി നാടിന്റെ സമൃദ്ധി നിലനിർത്തി കാർഷിക രംഗത്ത് മുന്നേറാൻ മുൻകാല UDF ഭരണസമിതികൾക്ക് സാധിച്ചിരുന്നു. കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് പരിശീലനം നൽകാനായതും തെങ്ങുകയറ്റ മെഷീൻ വിതരണം നടത്തിയതും കർഷകർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ഉണർവേകിയിരുന്നു. കശുവണ്ടി കർഷകർക്കായി കഴിഞ്ഞ UDF ഭരണസമിതി നടപ്പാക്കിയ പ്രത്യേക പദ്ധതിക്ക് സമാനമായ
യാതൊരു പദ്ധതിയും നടപ്പാക്കാൻ നിലവിലെ ഭരണസമിതിക്ക് സാധിച്ചില്ല. 1 കോടിയോളം രൂപ ഈ മേഖലയിൽ കഴിഞ്ഞ ഭരണസമിതി വിനിയോഗിച്ചിരുന്നു. കാവനൂരിലെ കർഷക സമൂഹത്തെയും കൈത്താങ്ങ് വേണ്ട താഴെത്തട്ടിലെ ജനവിഭാഗങ്ങളെയും പൂർണ്ണമായും മറന്ന ഭരണസമിതിയാണ് കാവനൂരിൽ പടിയിറങ്ങുന്നത്. അടിസ്ഥാന വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ UDF വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയേ മതിയാകൂവെന്നാണ് കാവനൂർ ഒന്നടങ്കം പറയുന്നത്.